നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. ഓരോ ഇന്ത്യക്കാരനും സങ്കടമുണ്ടായ ഒരു സാഹചര്യമാണ് കാശ്മീരിൽ നമ്മുടെ ഒരു 10-30ഓളം വരുന്ന സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായ സംഭവം. അതുമായിട്ട് കണക്റ്റഡായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രകൃതി വളരെ മനോഹരമാണ്, പക്ഷേ അവിടെ ദുഷ്കരമാണ് എത്തിച്ചേരുന്നതിന്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലുള്ള ഒഫീഷ്യൽസ് എല്ലാം തന്നെ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എത്തിച്ചേരുകയും പുറത്തേക്ക് യാത്ര പോയിരുന്ന പ്രധാനമന്ത്രി തിരിച്ചെത്തി പ്രത്യേക യോഗം കൂടി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ന്യൂസുകളിൽ കൂടെ കാണുന്ന ഇത്രമാത്രമൊന്നും അല്ല അവിടെ സംഭവിച്ചത്. വളരെ പെട്ടെന്ന് സമീപ പ്രദേശങ്ങളുണ്ടായിരുന്ന മിലിറ്ററി, പാരാമിലിറ്ററി ഫോഴ്സ് കംപ്ലീറ്റ് അങ്ങോട്ട് മൂവ് ചെയ്ത് വളരെ പെട്ടെന്ന് അവിടെ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ഭീകരരെന്ന് കരുതുന്ന ചിലരെ വധിക്കുക വരെ ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആ ഏരിയ മുഴുവൻ ലോക്ക് ചെയ്തു. അത് വളരെ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിസൾട്ടാണ്. നിർബന്ധമായും അത്യാവശ്യ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കപ്പെടണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊന്ന് ട്രിഗർ ചെയ്താൽ വളരെ പെട്ടെന്ന് എക്സിക്യൂഷൻസ് നടക്കുന്നുണ്ടാവും. അവിടെ ആരുടെയും കൂടുതൽ ഡയറക്ഷൻസിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരില്ല. ഇതുപോലത്തെ സാഹചര്യങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റലുകളും മിക്കപ്പോഴും ഫേസ് ചെയ്യുക. ഒരു എമർജൻസി പേഷ്യൻ്റ് എത്തുന്ന സാഹചര്യം, ഒരു കോഡ് ബ്ലൂ ഉണ്ടാകുന്ന സാഹചര്യം, കോഡ് റെഡ് ഉണ്ടാകുന്ന സാഹചര്യം, അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ റൂം പെട്ടെന്ന് ഡേർട്ടി ആവുന്നു, വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം, ഹോസ്പിറ്റലിനകത്ത് നേഴ്സിനോട് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാഫിനോട്, PROയോട് വളരെ വയലൻ്റായിട്ട് പെരുമാറുന്ന ഒരു ബൈസ്റ്റാൻഡർ, സംടൈംസ് രോഗികൾ തന്നെ. കൊട്ടാരക്കരയിലൊരു ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെട്ടത് നമുക്കറിയാവുന്ന കാര്യമാണ്. രോഗികൾ തന്നെ പലപ്പോഴും ഇംപ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്ത് വളരെ അസ്വസ്ഥമായ സാഹചര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലുകളിലുണ്ട്. അവിടെയാണ് ഗ്രേപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള G-Call. അറ്റൻഡേഴ്സിനെ എമർജൻസി മെഡിസിനിലും വാർഡുകളിലും OPDകളിലും എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടേക്ക് വിളിക്കുന്നതിന് G-Call അറ്റൻഡർ കോളിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങിനും സെക്യൂരിറ്റിയൊക്കെ ഒരു ആവശ്യത്തിന് ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റി, ഫീമെയിൽ സെക്യൂരിറ്റി, മെയിൽ സെക്യൂരിറ്റി, ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്തതിന് ഒരു സിംഗിൾ ടാപ്പിൽ, ഒരു ടച്ച് ഇവൻറ്റിൽ കൂടെ നമ്മുടെ ജോലി കഴിഞ്ഞു. നമ്മൾ ആരെ വിളിച്ചെന്ന് പോലും കൂടെ നിൽക്കുന്നവരറിയില്ല. പെട്ടെന്ന് നമ്മുടെ ലൊക്കേഷൻ ഉൾപ്പെടെ അവർക്ക് എല്ലാ സെക്യൂരിറ്റിക്കും അലർട്ടാവും, അല്ലെങ്കിൽ എല്ലാ അറ്റൻഡർക്കും അത് അലർട്ട് കിട്ടും. ഒരു സിംഗിൾ അറ്റൻഡർ വന്നാൽ മതിയെന്നാണ് നമ്മൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതെങ്കിൽ അത് ആദ്യം അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡർക്ക് എത്താനുള്ള സാഹചര്യവും ബാക്കിയുള്ളവരുടെ റിങ് തന്നെ കട്ടാകുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ഡിസൈനാണത്. അതുപോലെ നമ്മൾ ഒരു വീൽ ചെയർ അസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് വീൽ ചെയറുമായിട്ട് വരുന്നതിന് അവർക്ക് അഡ്വൈസ് കിട്ടുന്നുണ്ടാവും. ഒരു വലിയ പ്രോബ്ലം നമ്മുടെ ഒരു നഴ്സിംഗ് സ്റ്റേഷനുമായിട്ട് റിലേറ്റഡ് ഒരു കൂട്ടം സെക്യൂരിറ്റി വന്നാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീം ഓഫ് സെക്യൂരിറ്റിയെ റിക്വസ്റ്റ് ചെയ്യാം. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ അത്യാവശ്യ മേഖലകളെയും സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റൽ കോളിംഗ് സിസ്റ്റമാണ് G-Call. ഇതിനകത്ത് വളരെയധികം അതർ കോളിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ ടാക്സി കോളിംഗ്, പേഷ്യൻ്റ് പുറത്തു പോകാനായിട്ട് നേരത്തെ നമ്മളുടെ G-Call-ഓട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ടാക്സികളെ വിളിക്കാനായിട്ട്, ഓട്ടോറിക്ഷയെ വിളിക്കാനായിട്ട്, ആംബുലൻസ് വിളിക്കാനായിട്ട് അൺലിമിറ്റഡ് ഫീച്ചേഴ്സാണ്.